ഭാര്യമാരെ അനുസരിക്കാതിരിക്കരുതെന്നല്ല, വലിയ സന്തോഷം വേണം. റസൂലുള്ള പറഞ്ഞില്ലേ, നിങ്ങളിൽ ഉത്തമരാരാണ്? ഭാര്യമാരോട് മാന്യമായിട്ട് പെരുമാറുന്നവരാണ്. അതുകൊണ്ട് ഭാര്യമാരെ അടിക്കാൻ പറ്റൂല, അവരെ ചീത്ത വിളിക്കാൻ പറ്റൂല, അവരെ ഇൻസൾട്ട് ആക്കാൻ പറ്റൂല, അവരെ വേദനിപ്പിക്കാൻ പറ്റൂല. അതേസമയം ഭർത്താക്കന്മാരെയും പ്രയാസപ്പെടുത്താൻ പറ്റൂല. ഒരൊറ്റ പെണ്ണുങ്ങളും പുരുഷന്മാരുടെ ഭർത്താക്കന്മാരുടെ സമ്മതമില്ലാതെ പൊരയില്ലെന്ന് പടിയിറങ്ങിക്കൂടാ. അത് കടുത്ത ഹറാമാണ് കേട്ടോ. ഓ പെണ്ണെ പെങ്ങളെ പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ അല്ലാഹുവും റസൂലും കഴിഞ്ഞാൽ ഏറ്റവും ഹക്കുള്ള നിന്റെ ഉമ്മ മൗത്തായി. ഉമ്മന്റെ മയ്യത്ത് കാണാൻ ഭർത്താവിന്റെ സമ്മതമില്ലാതെ പെണ്ണുങ്ങൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങല് ഹറാമാണ് കേട്ടോ. അതുകൊണ്ട് ഭർത്താക്കന്മാരെ പൂർണ്ണമായിട്ട് അനുസരിക്കണം. ഭർത്താക്കന്മാരോട് തട്ടിക്കേറി സംസാരിക്കുന്ന ഏത് കുടുംബമുണ്ടോ ആ കുടുംബത്തിൽ അല്ലാഹ് സന്തോഷം നൽകൂല. അവരിൽ ജനിച്ച മക്കളെ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിപ്പിക്കൂല. നല്ലോണം ഓർമ്മ വെച്ചോളണം. പെണ്ണ് തട്ടിക്കേറി സംസാരിക്കൽ വളരെ തമ്മാടിത്തമാണ്, വളരെ ദുഷിച്ച സ്വഭാവമാണ്. അത്തരക്കാരുടെ നാവിനെ ശരീരത്തിൽ മുഴുവനും വരിഞ്ഞു കെട്ടിയിട്ട് ആഖിറത്തിൽ ഇത്തരക്കാരായ പെണ്ണുങ്ങളെ കാണുമ്പോ മറ്റുള്ളവർ പറയോ ഇത് നാവുകൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിച്ച പെണ്ണാണെന്ന്. ഓ പുരുഷന്മാരെ, ഭാര്യമാരെ ആക്രമിക്കരുത്, വേദനിപ്പിക്കരുത്, പ്രയാസപ്പെടുത്തരുത്, ഉമ്മമാരെ വിഷമിപ്പിക്കരുത്. ഭാര്യമാരെ വാക്ക് കേട്ട് ഉമ്മമാരെ പ്രയാസപ്പെടുത്തിയാൽ അല്ലാഹ് നിന്റെ അമലെടുക്കൂല. അറിയടാ, അമാലിംതും അന്ന ഉഖൂഖൽ വാലിദൈനി യൻഖുസുൽ അഅ്മാർ. ഉമ്മാനെയും ബാപ്പാനെയും പ്രയാസപ്പെടുത്തിയാൽ ആയുസ് അല്ലാഹ് ചുരുക്കുന്നതാണ്. ഒരുപക്ഷെ അല്ലാഹ് നിനക്ക് 60 വയസ്സ് വരെ ജീവിക്കാൻ കണക്കാക്കിയിട്ടുണ്ടാകും. പക്ഷേ നീ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചത് കാരണം, ബാപ്പയുടെ മനസ്സ് വേദനിപ്പിച്ചത് കാരണം നിനക്ക് പകുതി അല്ലാഹ് കുറച്ച് 30ാമത്തെ വയസ്സിൽ അറ്റാക്ക് സംഭവിച്ച്, അല്ലെങ്കിൽ അപകടം സംഭവിച്ച്, അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ സംഭവിച്ച് നീ ഖബറിലേക്ക് യാത്ര ആകുന്നതാണ്. അതുകൊണ്ട് ഉമ്മാനെ വിഷമിപ്പിക്കരുത്. ഉമ്മാനെ വേദനിപ്പിച്ചാൽ അമല അല്ലാഹ് സ്വീകരിക്കൂല. ബാപ്പാരെ വിഷമിപ്പിച്ചാൽ അമല അല്ലാഹ് സ്വീകരിക്കൂല. അറിയോ നിങ്ങൾക്ക്, ലോകത്ത് എന്തെല്ലാം മാഞ്ഞു പോയാലും മാതൃസ്നേഹം നിലനിൽക്കുന്ന മാതാവ് നമ്മളെ 10 മാസം, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആ 10 മാസക്കാലം വയറ്റിൽ ചുമന്നിട്ട് അതാ ഒരാളും നമ്മൾക്ക് വായിലേക്ക് വെള്ളമൊഴിക്കാനും മറ്റ് ഭക്ഷണങ്ങൾ നൽകാനും ഇല്ലാത്ത സമയം ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ പൊക്കിൽ കൊടിയിലൂടെ നമുക്ക് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഭക്ഷണം നൽകിയില്ലേ, വെള്ളം നൽകിയില്ലേ. ആ വിഭാഗത്ത് ഇപ്പോഴും അതാ സുറത്തില്ലേ ഒരു പൊക്കിളില്ലേ. ആ പൊക്കിൾ കൊടി ഒരു നിലക്കും അത് മായൂല്ല. അങ്ങനെയുള്ള ആ പൊക്കിൾ കൊടി നിലനിൽക്കുന്ന നിനക്ക് എങ്ങനെയാണ് ഉമ്മന്റെ നേർക്ക് കയ്യോങ്ങാൻ കഴിയുക? എങ്ങനെയാണ് ഉമ്മനെ ചവിട്ടാൻ കഴിയുക? അറിയില്ലേ? 2 മിദ്ലാജ് ഫിർദൗസ് എന്ന് പേരുള്ള 2 ചെറുപ്പക്കാർ സ്വന്തം ബാപ്പനെ ശ്വാസം മുട്ടിച്ച് കൊന്നില്ലേ? അത് നമ്മളെ കോഴിക്കോട് ജില്ലയിലല്ലേ, താമരശ്ശേരിയിലല്ലേ. കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ബിസിനസ്സുകാരനായ അബ്ദുൽ ലത്തീഫ് എന്ന പേരുള്ള ആ ചെറുപ്പക്കാരനെ ശ്വാസം മുട്ടിച്ചിട്ട് അതാ ബോധം നഷ്ടപ്പെടുത്തുന്നത് മണപ്പിച്ചിട്ട് അതാ രാത്രി ഉമ്മയുടെ സപ്പോർട്ടോടുകൂടി ഞങ്ങൾക്ക് അമിതമായിട്ട് സ്വാതന്ത്ര്യം തരുന്നില്ലെന്ന് ഭാര്യ മക്കളെ സൈഡ് കൂടിയിട്ട് മക്കളെ കൊണ്ട് കൊല്ലിപ്പിച്ചതല്ലേ? ഇത് അമേരിക്കയിൽ നടന്നതല്ല, കേരളത്തിലെ മടവൂര് ശൈഖ് റളിയല്ലാഹു അൻഹു, അത് ഇടിയങ്ങനെ ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ വലിയ ഔലിയാക്കൾ അന്തിയുറങ്ങുന്ന ജില്ലയുടെ ചാരത്തുള്ള താമരശ്ശേരിയിൽ നടന്നതാണ്. കർണാടകയിൽ അതാ ജഡം കൊണ്ടുപോയിട്ട് തള്ളിയതാണ്. ഇപ്പൊ പിടികിട്ടിയില്ലേ? മക്കൾ അറസ്റ്റിലായില്ലേ? ഉമ്മനെ ചോദ്യം ചെയ്യുന്നില്ലേ? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിൽ
ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇത്തരത്തിലുള്ള അനുസരണയില്ലായ്മകൾ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് പറയുന്നു, അനുസരണമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ജീവിച്ച് ഉമ്മനെയോ ബാപ്പനെയോ ബുദ്ധിമുട്ടിച്ചാൽ നരകത്തിൽ വലിയ ശിക്ഷയാണ് കേട്ടോ. അതേസമയം ഞാൻ പറയാണ്, കല്യാണം കഴിക്കുന്നത് വരെ ഉമ്മക്ക് മോനോട് വലിയ സ്നേഹാണ്. കല്യാണം കഴിച്ചത് മുതൽ ഒരു അന്യ തറവാട്ടെന്ന് മാന്യമായിട്ട് ആളുകളെല്ലാം അറിഞ്ഞുകൊണ്ട് നീ സദ്യ ഒരുക്കിയിട്ട് നിന്റെ സമ്മതത്തോട് നിന്റെ മകനെ കൊണ്ട് നീ കല്യാണം കഴിപ്പിച്ചിട്ട് അന്യ തറവാട്ടിൽ നിന്ന് നിന്റെ മകന്റെ ഭാര്യയായിട്ട് നിന്റെ മരുമകളായിട്ട് ഒരു പെണ്ണ് നിന്റെ വീട്ടിലെത്തിയാൽ നിനക്ക് ആ പെണ്ണിനെ കണ്ടൂടാ. അവളുണ്ടാക്കിയ ഭക്ഷണത്തിൽ കുറവാണ്, അവളുണ്ടാക്കിയ ചായയിൽ ഷുഗർ കുറവ്, അതാ കറിയിൽ ഉപ്പില്ല, കറിയുണ്ടാക്കിയാൽ ടേസ്റ്റ് ഇല്ല, അവളതാ പാത്രങ്ങളൊക്കെ ഉടക്കുകയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് പല നിലക്കും നിന്റെ മകന്റെ ഭാര്യയെ സംബന്ധിച്ച് അപവാദം പറയാണ്. അയൽവക്കത്ത് പോയിട്ട് അപവാദം പറയാണ്, പെൺമക്കളടുത്ത് പോയിട്ട് അപവാദം പറയാണ്, നാട്ടിൽ മൊത്തം കുറവാക്കി പറയാണ്. ഓ ഉമ്മ, നിന്നെ സംബന്ധിച്ചല്ല റസൂലുള്ള പറഞ്ഞത്, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മന്റെ കാലടിക്ക് കീഴിലാണ് സ്വർഗം. പക്ഷേ ഇത് അക്രമിയായ ഉമ്മയാണ്, ഇത് തോന്നിവാസിയായ ഉമ്മയാണ്. അറിയടാ നിനക്ക് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കളോട് കാണിച്ച സ്നേഹം എത്രയാണ്. ഫാത്തിമത്തു ബിദഅത്തും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണാണ്, എന്റെ ഒരു ഭാഗമാണ്, എന്റെ എല്ലാമാണ്. ആ ഫാത്തിമയുടെ രണ്ട് പൊന്നോമന മക്കളില്ലേ, നമ്മുടെ ഉപ്പാപ്പ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ആ വന്യരായ രണ്ട് പിഞ്ചു പൈതങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് റബ്ബിനെ കഥാ അടുക്കാനുള്ള ഏറ്റവും വലിയ ഇബാദത്ത് സുജൂദല്ലേ. ആ സുജൂദിൽ തങ്ങൾ കിടക്കുകയാണ്, ലോകത്തിന്റെ നേതാവ്. അപ്പൊ അതാ തങ്ങളെ തലയിൽ കയറിയിരിക്കുകയാണ്. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, രണ്ട് മക്കൾ തലയിൽ ഇങ്ങനെ കയറിയിരിക്കുകയാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ നിന്ന് തല പൊക്കുന്നില്ല, സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നില്ല. കാരണം എന്താണ്? തങ്ങൾ തലപൊക്കിയാൽ ഈ പിഞ്ചുമക്കൾ അപ്പുറത്തേക്ക് മറിഞ്ഞു പോകും. അങ്ങനെ ഇബാദത്തിൽ പോലും അതാ കുഞ്ഞുമക്കളോട് കാരുണ്യം കാണിച്ച് മക്കളെ വലിയ നിലക്ക് സ്നേഹിക്കാനും പേരമക്കളെ സ്നേഹിക്കാനും മക്കളോട് വാത്സല്യത്തിൽ പെരുമാറാനും അവരുടെ ഭാര്യമാരോടും അവരുടെ മക്കളോടുമൊക്കെ സ്നേഹത്തിലും മാന്യതയിലും ജീവിക്കാനും പഠിപ്പിച്ച നേതാവാണ് പറഞ്ഞത്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാക്കളുടെ കാൽ കീഴിലാണ് സ്വർഗം. അതിനു പകരം നീ നിന്റെ മകൻ കല്യാണം കഴിച്ചപ്പോ ഭാര്യ മരുമകളെ പീഡിപ്പിച്ച് കുറ്റം പറഞ്ഞാൽ നിന്റെ അമൽ അല്ലാഹു എടുക്കൂല, നിന്റെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം തരൂല. കുടുംബബന്ധം മുറിച്ച നീ ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മിൻ, മക്കളെയും മരുമക്കളുടെ ഇടയിലും ഭിന്നിപ്പുണ്ടാക്കിയിട്ട് അവരെ മാറ്റി നിർത്തിയിട്ട് മറ്റു വീട്ടിൽ താമസത്തിന് പോയാൽ കുടുംബബന്ധം മുറിച്ച നീ സ്വർഗത്തിൽ കടക്കൂല. പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുപോലെ തന്നെ കുടുംബബന്ധം ജ്യേഷ്ഠനും അഞ്ചനും തമ്മിൽ പണക്കം, അതാ ബാപ്പയും മോനും തെറ്റില്, പെങ്ങളും ആങ്ങളയും തെറ്റില്, അളിയനും തെറ്റില്, പല നിലക്കും പണക്കം, പല നിലക്കും തെറ്റ്. അറിയോ, 3 ദിവസത്തിനപ്പുറം രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം പിണങ്ങിയാൽ അല്ലാഹു അവരിൽ നിന്ന് അമൽ എടുക്കൂല, അവരെ അമല് ആകാശത്തേക്ക് ഉയർത്തപ്പെടൂല. അതുകൊണ്ട് കുടുംബബന്ധം മുറിച്ചവരുണ്ടോ? കുടുംബബന്ധം മുറിച്ചവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കൂല, പുത്തനാശയക്കാരന്റെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. പുത്തനാശയക്കാരൻ ആശയത്തിൽ നിന്ന് മാറിയിട്ട് സുന്നത്ത് ജമാഅത്താകുന്ന സത്യപ്രസ്ഥാനത്തിലേക്ക് വരാതെ അവരിൽ നിന്ന് ഒരു അമലും അല്ലാഹു എടുക്കൂല.
പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഞാൻ സംസാരം ചുരുക്കുകയാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ രാത്രി വലിയ പ്രതീക്ഷയോടെ ദൂരെ ദിക്കിൽ നിന്ന് എത്തിയ എന്റെ സൗണ്ട് ലൈവായിട്ട് കേൾക്കുന്ന ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള സകല വിശ്വാസിനികളോടും വിശുദ്ധ ലൈലത്തുൽ ഖദറിന്റെ സന്ദേശം പറയാണ്. ഈ മജ്ലിസിന്റെ സന്ദേശം പറയാണ്. കുടുംബ ബന്ധവുമായിട്ട് പിണങ്ങിയിട്ടുണ്ടോ? സ്വന്തം രക്തബന്ധങ്ങളോ മറ്റു ബന്ധങ്ങളോ അതാ അകൽച്ചയിലുണ്ടോ? അത് നന്നാക്കിക്കോ. രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം തെറ്റി 3 ദിവസത്തിന് മുമ്പ് ഒരാൾ മരണപ്പെട്ടു. മരിച്ചവൻ അവൻ നരകത്തിലാണ്. ഖാല റസൂലുള്ളാഹി തങ്ങൾ പറയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ബന്ധങ്ങളൊക്കെ ഇണക്കിക്കോ. രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം തെറ്റിയിട്ട് ആരാണ് ആദ്യം സലാം പറഞ്ഞ് മുണ്ടിയത്? മുണ്ടിയ ആൾ സ്വർഗത്തിലെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതുകൊണ്ട് വലിയ 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 ഹക്കുകളുള്ള മതമാണ് പരിശുദ്ധ ഇസ്ലാം. നീ വിചാരിച്ചോ നിനക്ക് തോന്നിയതുപോലെ ജീവിക്കാമെന്ന്? ഇല്ല, പറ്റൂല. പരിശുദ്ധ ഇസ്ലാം ഇന്നദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ള പവിത്ര ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി പവിത്രരായ ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ട് ആ അമ്പിയാക്കളിൽ അവസാനത്തവരായി ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അനുയായികളെ ശിഷ്യന്മാരെ വാർത്തെടുത്തിട്ട് ആ ശിഷ്യന്മാര് ബദറിന്റെ രണാങ്കണത്തിൽ നേരത്തെ അബ്ബാസ് ഉസ്താദ് ഓതിയ ഹദീസ് ലാ യുമിനു അഹദുകും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും മുഅ്മിനാകൂല്ല. നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരെക്കാളും തങ്ങളെ സ്നേഹിക്കാതെ വല്ലാഹി മുസ്ലിമല്ല. അത് ഉൾക്കൊണ്ട സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ പോവുകയാണ്. പോയിട്ട് പറയാണ് ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. ഉമ്മനെക്കാളും ബാപ്പനെക്കാളും എല്ലാത്തിനേക്കാളും നമ്മൾ പറയാറില്ലേ? സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് നമ്മളോട് പറയാൻ പറഞ്ഞില്ലേ? സ്വഹാബത്തിൽ നിന്ന് മദ്ഹ് പഠിച്ച മഹാന്മാരിൽ നിന്ന് ദീൻ ഉൾക്കൊണ്ട സൈനുദ്ദീൻ മഖ്ദൂം ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ വേണ്ടി നമ്മളോട് പറഞ്ഞത് മങ്കൂസ് മൗലിദിൽ നമ്മൾ ഓതിയല്ലേ? അന്താ തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വാശ്റഫു മിൻഹു യാ سيدي خير النبي جل الصلاة ആ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാന്മാരായ അസ്ഹാബ് ബദറിന്റെ രണാങ്കളത്തിൽ ഷഹീദായിട്ടില്ലേ? ഉഹദിൽ ഷഹീദായിട്ടില്ലേ? ഹബീബായ തങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മിലേക്ക് കൈമാറാൻ വേണ്ടി സഹിച്ച ത്യാഗങ്ങളെത്ര! കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, മരുഭൂമി താണ്ടി കാല് പൊട്ടിയിട്ട് രക്തമൊഴുകുകയാണ്. അതേ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ ശത്രുക്കളുമായിട്ട് റസൂലുള്ളാഹിന്റെ മഹബത്തിൽ പോരടിച്ച് ഒരു ശത്രു അതാ സ്വഹാബിയെ വാളുകൊണ്ട് വെട്ടി 4 ഭാഗത്തു നിന്നും ശക്തമായ വശത്തിലൂട്ടപ്പെട്ട വാളുകൊണ്ട് കൊത്തുകൊണ്ട് ശരീരത്തിൽ നിന്നും ബ്ലഡ് ഇങ്ങനെ ചീറ്റി ഒഴുകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ വചനമുച്ചരിച്ച് ഹബീബായ തങ്ങളുടെ മധുരാലുള്ള ഷഹാദത്തും പറഞ്ഞ് അതാ ശത്രുവിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടുമ്പോ അവസാനം ശക്തമായ വെട്ടുകൊണ്ട് നിലം പതിച്ചു. അനങ്ങാൻ വയ്യ. സകറാത്തിന്റെ സമയാണ്. ആ സ്വഹാബി സകറാത്തിന്റെ സമയമാണെന്ന് മനസ്സിലാക്കിയ റഹ്മത്തുൽ ലിൽ ആലമീൻ
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അടുത്തേക്ക് അങ്ങ് നടന്നു ചെല്ലുമ്പോൾ പുഞ്ചിരി തൂകിയ സ്വഹാബിയുടെ കണ്ണിൽ തങ്ങളെ കണ്ടപ്പോ വെള്ളം നിറഞ്ഞ് തങ്ങളോട് ചോദിക്കുകയാണ് വിനയത്തോടെ റിജ്ലീ റസീ അലാ റിജ്ലൈക യാ റസൂലല്ലാഹ് റസീ അലാ റിജ്ലൈക യാ ഹബീബല്ലാഹ് തങ്ങളെ കാലൊന്ന് തരോ തങ്ങളെ തങ്ങളെ പുറംകാലിന്റെ മുകളിൽ എന്റെ ഈ ചെറിയ തല ഒന്ന് കയറ്റിവെച്ച് ഞാൻ ലോകത്തോട് വട പറയട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് വേദനയോടെ ആ രണാങ്കളത്തിൽ ചോരയിൽ ചിന്തി പടയുന്ന സ്വഹാബിയുടെ തലയുടെ അടുത്തേക്ക് അങ്ങ് ചെന്നപ്പോ ഞെരുങ്ങി 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 ആ സ്വഹാബി തലാദാ വെട്ടുകൊണ്ട തോളിന്റെ മേലെ ഞരമ്പ് പൊട്ടിയ തല ഞെരുങ്ങി ഞെരുങ്ങിയിട്ട് ഹബീബ് തങ്ങളുടെ ഇലാ റിജ്ലി റസൂലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽപാദത്തിലേക്ക് അങ്ങ് കയറ്റിവെച്ചപ്പോ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞത് അയിമ്മത്ത് താരീഖിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? ആ മഹാന്മാരായ സ്വഹാബത്തൊക്കെ ജീവൻ കൊടുത്തു പോറ്റി വളർത്തിയ പരിശുദ്ധ ഇസ്ലാം നോമ്പിലായിട്ട് ഇബത്ത് പറഞ്ഞിട്ട് ഫിത്ന ഉണ്ടാക്കിയിട്ട് ഫസാദ് ഉണ്ടാക്കിയിട്ട് ആലിമീങ്ങളെ ചീത്ത പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ ചോര നിലനിൽക്കുന്ന തങ്ങന്മാരെ കുറവാക്കിയിട്ട് അവരാരാണെങ്കിലും അവര് തങ്ങളാണെങ്കിലും മൂല്യരാണെങ്കിലും റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ ആ പരമ്പര നിഷേധിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന് അത് പൊറുക്കുവോ? അത് അള്ളാഹ്ക്ക് പൊറുക്കുവോ? അവനക്ക് ഈമാനോടെ മരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നാവിനെ സൂക്ഷിച്ചോളണം. നാവെന്നുള്ളത് തോന്നിയത് പറയാനല്ല. മയ്യതുമനുലി മാബൈന ലിഹിയൈഹി അദ്മനു ലഹുൽ ജന്ന. നാവ് കൊണ്ട് തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പ് പറയാൻ ധൈര്യമുള്ള മുസ്ലിമീങ്ങളുണ്ടോ? റബ്ബിനല്ലാതെ ഒരാളെയും ഇവിടെ പേടിക്കണ്ട. റസൂലുള്ളാഹിന്റെ മഹബത്ത് കിട്ടിയാൽ അല്ലാഹുവേ ഞങ്ങൾക്ക് മഹബത്ത് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ദീൻ ദീനായിട്ട് സുന്നത്ത് ജമാഅത്ത് ഹഖായിട്ട് ഏവരുടെ മുമ്പിലും തുറന്നു പറയാനുള്ള ഹിമ്മത്തും ഇൽമും തഖ്വയും ഈമാനും വറഉം ഇസ്സത്തും റസൂലുള്ളാഹിനെ കൊണ്ട് ഞങ്ങൾക്ക് നിലനിർത്തി തരണം റബ്ബേ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, നമ്മൾക്ക് ദുനിയാവിന്റെ ചിന്തയില്ല, ദുനിയാവിന്റെ ഒരു ആഗ്രഹവുമില്ല. മരിക്കോളം ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യണം. ജീവിക്കാനുള്ളത് മുഴുവൻ അല്ലാഹ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പണക്കാരെയും പണത്തിന്റെ പിന്നിൽ നമ്മൾ സ്നേഹിക്കൂല. പണക്കാരെ പണത്തിന്റെ നിലക്ക് നമ്മൾ ബഹുമാനിക്കൂല. അതേസമയം ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ, ദീനിന്റെ ഖാദിമുകളാണെങ്കിൽ, റസൂലുള്ളാഹിന്റെ മുഹിബ്ബുകളാണെങ്കിൽ, ആലിമീങ്ങളുടെ പിന്നണികളാണെങ്കിൽ, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമുകളാണെങ്കിൽ അവരെ നമ്മളെ നഫ്സ് പോലെ സ്നേഹിക്കാണ്, അവരെ നമ്മളെ വലിയ നിലക്ക് ബഹുമാനിക്കാണ്. പറയാണ് അള്ളാന്റെ റസൂലും സ്വഹാബത്തും ജീവൻ ബലിയർപ്പിച്ചിട്ട് പരിശുദ്ധ ദീനിനൂടെ സംരക്ഷിച്ചിട്ട് ആ ദീനിനെ നശിപ്പിക്കാൻ മുസ്ലിം ചെറുപ്പക്കാരാ നീ അക്രമിയായിട്ട് കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടാൽ, ഗുണ്ടാസത്തിൽപ്പെട്ടാൽ, ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ, തീവ്രവാദ പ്രവർത്തനം നടത്തിയാൽ, വർഗീയ വിഷയം നാട്ടിൽ പരത്തിയാൽ, നാട്ടിൽ കലഹങ്ങൾ ഉണ്ടാക്കിയാൽ, നാട്ടിലെ സമാധാനം കെടുത്തിയാൽ